പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നെഞ്ച്, അതായത് ശ്വാസകോശവും കരളും ഹൃദയവും പിന്നെ കിഡ്നി, ഇത്രയും ഗുരുതരമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നിങ്ങൾ ദയവായി ആ രോഗമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ നെഞ്ചിലും കിഡ്നി ഇരിക്കുന്ന നടുവിലും കൈവച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ഒത്തിരി ആൾക്കാർക്ക് കടുത്ത വേദന അനുഭവിക്കുന്ന, ജീവിതം താളം തെറ്റിക്കുന്ന രോഗമാണ് തൈറോയിഡ്. അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കേണ്ടതാണ്. ഞാൻ പറയാം, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥിക്കുഴയുള്ളവർ, കുറേ സാക്ഷികൾ നമ്മൾ കേട്ടു. സർവാംഗം വേദന ഉണ്ടായിരുന്ന വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി മാറിയത് നമ്മൾ കേട്ടു. കഴുത്തനക്കാൻ പറ്റാതിരുന്നവർ, കഴുത്തിന് ബലമില്ലായിരുന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ജോലി ചെയ്യാൻ പാടില്ലായിരുന്നവർ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പല പല സാക്ഷ്യങ്ങൾ കേട്ടു. ദൈവം ജീവനോടെ ആ ദൈവം തന്നെയാണ് ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിൻ്റെ കിഡ്നികളെ സ്പർശിക്കാൻ പോകുന്നത്. നിനക്കും കർത്താവേ, എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, രക്തഞരമ്പുകൾ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗങ്ങളെ സ്പർശിക്കണമേ. ഈശോ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കുഞ്ഞു മക്കളുടെ തൊട്ട് മുതിർന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കരളിനെ സ്പർശിക്കണമേ. പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ. ഷുഗരോഗികളെ സ്പർശിക്കണമേ. ഷുഗരോഗികളെ സ്പർശിക്കണമേ. പ്രഷർ രോഗികളെ സ്പർശിക്കണമേ. അസ്ഥിവാദക്കാരെ സ്പർശിക്കണമേ. സന്ധിവാദക്കാരെ സ്പർശിക്കണമേ. എക്സിമായി സ്പർശിക്കണമേ. പിസ്തുലെ സ്പർശിക്കണമേ. തൈറോയ്ഡ് സ്പർശിക്കണമേ. വെരിക്കോസ് സ്പർശിക്കണമേ. മാതൃകത്തെ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. എപ്ലസിയെ സ്പർശിക്കണമേ. സമസ്വാരോഗത്തെ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. മാർഗരോഗങ്ങള്, 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 തീരവേദികള്, തീരവേദികള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. രോഗമില്ല മാറിയിടട്ടെ, കഷ്ടമില്ല നീങ്ങിയിടട്ടെ. രോഗമില്ല മാറിയിടട്ടെ, കഷ്ടമില്ല നീങ്ങിയിടട്ടെ. തിരുമുറി വീരാൻ സുഖപ്പെടട്ടെ, തിരുമുറി വീരാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വീടില്ലാത്തവരെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ളവർ മാത്രമല്ല, അകലങ്ങളിലും ദൂരങ്ങളിലും അന്യരാജ്യങ്ങളിലും ഇരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കുക. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാടക വീടുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, ഭാഗവുടമ്പടി നടക്കാത്തവർ, പാടവുടമ്പ കുരുക്കിലാകപ്പെട്ടവർ, വസ്തു ജാമ്യത്തിലായിരിക്കുന്നവർ, വസ്തു ജപ്തിയിലായിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, വ്യവസായം അടഞ്ഞു പോയവർ, വ്യാപാരം നിലച്ചു പോയവർ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രൊമോഷൻ ഇല്ലാത്തവർ, ട്രാൻസ്ഫർ ഇല്ലാത്തവർ, ജോലി സംബന്ധമായ കുരുക്കളുള്ളവർ, ഡിപ്രൊമോട്ട് ചെയ്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, അതിശക്തമായ സ്തുതികളെ ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഈശോ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ഔസാഗ്യ ദോഷങ്ങള്, ജോലി തടസ്സങ്ങള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതകള്, വിട്ടുപോയവര്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും ജീവിതങ്ങള് കർത്താവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ
പുതുതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഡേറ്റുകൾ ഓർക്കുക. കൃപാസനത്തിലെ അമ്മ, നിങ്ങൾക്കറിയാം, ഇവിടെ സമയം എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഒരു വിഷയമാണ്. 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരെ, 40 വർഷമായി മദ്യപിക്കുന്നവരെ, 35 വർഷമായി സ്ഥലം വിൽക്കാത്തവർ, അങ്ങനെ പല സാക്ഷ്യങ്ങൾ പറയുന്നു. എല്ലാം ഡേറ്റിട്ടാണ് സാക്ഷ്യം പറയണത്. കൃപാസനത്തിന് ഒരു പേജിൽ തന്നെ ഡേറ്റിട്ട് മാത്രമുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഡേറ്റ് ആൻഡ് ടൈം പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മാസത്തെ പ്രധാന ഡേറ്റുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്തുള്ള ഈ മാസം നിങ്ങൾ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ആ തീയതി അമ്മ ആ വിഷയത്തിൽ സാന്നിധ്യം നൽകിക്കൊള്ളും. ചിലപ്പോൾ പരീക്ഷാ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രസവ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ജപ്തി നടപടിക്കുള്ള ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലേലത്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈപുണ്യ പരീക്ഷയുടെ MOHൻ്റെ ഹാദിൻ്റെ PT എക്സാമിനേഷൻ്റെ ഡേറ്റ് ആയിരിക്കും. വാട്ടർ വിത്ത് ദ ഡേറ്റ് യു മസ്റ്റ് റിമെമ്പർ നൗ. നീ ഓർക്കുക ആ ഡേറ്റുകൾ, എന്ത് ഡേറ്റ് ആയാലും. നിന്നെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കിട്ടിയേ തീരുമെന്ന് പറയുന്ന തീയതികൾ, സമയം എല്ലാം നീ ഓർക്കുക, മൗനമായി ഓർക്കുക. അച്ഛൻ ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കള് മനസ്സിലോർത്ത് പറഞ്ഞ ഓരോ ഡേറ്റുകൾ, യാത്രകൾ, സമയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സമ്പൂർണ്ണമായി അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സംരക്ഷണം ആ ഡേറ്റുകളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഈ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച നേർച്ച വസ്തുക്കൾ, വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയാണ് ഇതിൽ പ്രാർത്ഥിക്കേണ്ടത്. ഉപ്പെടുത്താലും തേനെടുത്താലും തേൻ 3 തുള്ളിയോ 7 തുള്ളിയോ ഉപയോഗിക്കാം. 9 തുള്ളി ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്രയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നേർച്ച വസ്തുക്കളുടെ ആ ക്വാണ്ടിറ്റി അല്ല പ്രധാനപ്പെട്ടത്, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 3 തുള്ളി ആയാലും മതി. വിശ്വാസ പ്രമാണം തെറ്റിക്കാ ചെല്ലുകയാണ് പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഉടനെ നേർച്ച വസ്തു ഉപയോഗിച്ച് തീർത്ത് കളയരുത്. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു നേർച്ച വസ്തുക്കൾ തരണ, അങ്ങനെ വിറ്റ് കാശ് വാങ്ങിക്കുന്ന സ്ഥലമല്ല ഇത്. ഇത് ദൈവം തന്ന കൃപ നിലനിൽക്കാനും അത് തിരിച്ചറിയാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആശീർവാദോപകരണമാണ്. ആദ്യമായി ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ അപ്പായോടും അമ്മയോടും കോടിക്കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29-ാം തീയതിയാണ്.
അത് ഉടമ്പടി എടുത്തത് അവിചാരിതമായിട്ടാണ്, വളരെ അവിചാരിതമായിട്ടാണ്. എനിക്ക് അമ്മയെക്കുറിച്ചോ ഇവിടുത്തെ സാക്ഷ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഫോണിനകത്ത് ഇങ്ങനെ അവിചാരിതമായി സാക്ഷ്യം വന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഞാനിങ്ങനെ അത് കേട്ട് കഴിഞ്ഞ് അങ്ങനെ സാക്ഷ്യങ്ങൾ നിരന്തരമായിട്ട് കേട്ടു. അപ്പം ആ സാക്ഷ്യത്തിനകത്ത് ഉടമ്പടി കൃപാസനം പത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അമ്മേ ഒരു പത്രം, ഇതെങ്ങനെ ഈ പത്രം, എനിക്കൊരു പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് വൈകിട്ട് എൻ്റെ വീടിൻ്റെ വാതിൽ കൂടെ ഒരു കൂട്ടുകാരി കടന്നു പോവുകയും ആ കൂട്ടുകാരിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, കൃപാസനം പത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ പത്രം എനിക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ പത്രം എടുത്തു. പത്രം വാങ്ങിച്ചിട്ട് അതിലുള്ള അമ്മയുടെ ഫോട്ടോയിൽ മുത്തം കൊടുത്തിട്ട് ഞാൻ പൊന്നുപോലെ ആ പത്രം സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു, എനിക്ക് കൃപാസനത്തിലൊന്ന് പോകാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന്. വളരെ അത്ഭുതകരമായിട്ട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു, നീ കൃപാസനത്തിൽ വരുന്നോ എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, വരുന്നുണ്ട്, ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എനിക്ക് വരണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ 1-2 ദിവസം കൊണ്ടാണ് വന്ന്. ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അന്ന് തന്നെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ രാവിലെയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ക്ലാസ്സിൽ കയറിയപ്പോൾ കുറേ പേരുണ്ട്, ഹാൾ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ ആളുകളാണ് ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഞാൻ ചുറ്റിനും നോക്കി, ഇത്ര വെളുപ്പിനെ ആരാണ് ഈ മുല്ലപ്പൂ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ അടുത്തിരുന്ന അമ്മ ഞാനിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണമില്ലേ? ആ ശരിയാ, അത് അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അന്ന് മുതലേ ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എൻ്റെ കയ്യിൽ 22 വർഷത്തോളമായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജിക്ക് ഞാൻ ധാരാളം മരുന്നുകളകത്ത് ആയുർവേദത്തിൻ്റെ കഴിക്കുകയും പുറത്ത് ഓയിൽമെൻറ്റിൻ്റെ അലോപ്പതിയായിട്ടുള്ള ധാരാളം മരുന്നുകൾ കഴിച്ചു. എന്നിട്ടെങ്ങും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നല്ലതായിട്ട് പൊട്ടി അളിഞ്ഞ് വലത് കൈയുടെ തണ്ടയിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉടമ്പടി തൈലം ആ സ്ഥലത്ത് കുരിശ് വരച്ച് ഉപ്പിൻ്റെ വെള്ളവും കഴിച്ചു. അപ്പോൾ അങ്ങനെ 4 ദിവസം കൊണ്ട് എനിക്ക് അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം, എൻ്റെ കയ്യിൽ അങ്ങനൊരു പാട് പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്നെ എൻ്റെ മാതാവ് ആ അസുഖത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. പിന്നെ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ആ ഭവനത്തിന് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യമായിരുന്നു. പിന്നീട് എനിക്ക് അത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു 65 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടായിരുന്നു. ആ വീട് പൊളിച്ച് പണിയാൻ എന്നിൽക്ക് മുമ്പ് താമസിക്കുന്നവരൊക്കെ ശ്രമിച്ചതാണ്. ഞാൻ പക്ഷേ അത് പണിയാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഞങ്ങളാണ് ഏറ്റവും ഒരു 9ാമത്തെ അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾ. ഞാനിവിടുന്ന് ഉടമ്പടി തൈലവും അവിടെ ഭിത്തിയിൽ കുരിശ് വരച്ചു, നമ്മുടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു. ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി ആ സ്ഥലത്തെല്ലാം ഇട്ടു. അങ്ങനെ അതിൻ്റെ പ്രകാരമായിട്ട് അത് പൊളിച്ച് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഒരു ചിട്ടി കഴിഞ്ഞായിരുന്നു. ആ ചിട്ടിയിൽ കുറേ പൈസ തിരിച്ചു തരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചിട്ടി നടത്തിയ ആളിനെ പല പ്രാവശ്യം വിളിക്കുമ്പോഴും ആൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇപ്പം എൻ്റെ പൈസ ഇല്ല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഈ ഉടമ്പടി വിശുദ്ധ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചു, മാതാവേ എടുക്കണേ, എൻ്റെ ആ പൈസ തിരിച്ച് കിട്ടണേന്ന്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആൾ ഫോൺ എടുക്കുകയും എനിക്ക് പലപ്പോഴായിട്ട് ആ തുക മുഴുവൻ തിരിച്ചു തരികയും ചെയ്തു. അതെനിക്ക് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ധാരാളം അനുഗ്രഹങ്ങളാണ് അന്ന് മുതൽ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സംഘടനാപരമായിട്ടൊരു കേസുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ കേസ് വിജയിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡേറ്റ് അങ്ങ് മറന്നുപോയിരുന്നു. അപ്പം നമ്മുടെ അതിൻ്റെ 6-ാം തീയതി തലേ ദിവസം, അതായത് 5-ാം തീയതി വൈകിട്ട് ഈ പച്ച മെഴുകുതിരിയിൽ എനിക്ക് 6 എന്നുള്ള ഡേറ്റ് വന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനത് കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം 6-ാം തീയതി രാവിലെയും ഇതുപോലെ തന്നെ
6-ാം തീയതി രാവിലെ ഞാൻ ഈ മെഴുകുതിരിയിലോട്ട് ഇങ്ങനെ നോക്കിയപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തു, അയ്യോ ഇന്ന് കേസിൻ്റെ വിധി ദിവസമാണല്ലോ എന്ന്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ വിധി അന്ന് 6 എന്നുള്ള അമ്മ ഡേറ്റ് തന്നിട്ട് ആ വിധി വിജയിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ 2-3 കുട്ടികളുടെ കാലിൽ വ്രണവും കയ്യിൽ ചൊറി പോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, കൈയുടെ വെള്ളയ്ക്കും കൈയുടെ പത്തിക്കും ഒക്കെ. അപ്പം ഞാൻ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ ട്യൂഷൻ തുടങ്ങുന്നതിന് മുൻപ് ഈ അസുഖമുള്ള ആളിന് ആ ആളിൻ്റെ കയ്യിൽ, എൻ്റെ ഇടത് കയ്യിൽ ഈ നമ്മുടെ വിശുദ്ധ തൈലം പുരട്ടി ആ ആളിൻ്റെ വ്രണത്തിലേക്ക് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 4 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും ആ അസുഖം ഒന്നും ഇല്ലാത്ത രീതിയിൽ, അത് അങ്ങനൊരു അസുഖം വന്നതായിട്ടേ നമുക്ക് തോന്നത്തില്ല. അതുപോലെ കാലിലും അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് പഴുപ്പ് ചാടും. എനിക്ക് ഒരറപ്പും തോന്നിയില്ല. വലിയ വ്രണത്തിൽ, ആ പഴുപ്പുള്ള വ്രണത്തിൽ എൻ്റെ കൈവെള്ളയിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചൊല്ലുന്നത്. മാതാവേ, അവരെന്ത് വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലി അത്ഭുതകരമായിട്ട് എനിക്ക് അമ്മ മാതാവ് അനുഗ്രഹിച്ചവർ 4 ദിവസം കൊണ്ട് ആ ഒരു വ്രണങ്ങളും, അങ്ങനെ ആർക്കെന്താ ശ്വാസം മുട്ടൽ, പനി, അങ്ങനെയുള്ള അസുഖം കൂടുതലായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ആ കുരിശും വരയ്ക്കും. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം സുഖത്തിലെത്തും. അതോടൊപ്പം തന്നെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും അടുത്ത് വന്നിട്ട് എന്നോടൊന്ന് പറയും, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കും. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും. നമ്മുടെ ഈ ഉപ്പും ഈ തൈലവും വിശുദ്ധ തൈലവും കൊണ്ട് വീട്ടിൽ നമ്മൾ വലിയ ആൾക്കാരല്ലല്ലോ, നമ്മൾ അവിടെ ചെന്നിട്ടാണ് അമ്മയുടെ മഹത്വം ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ ആ ഒരു അനുഗ്രഹത്തിൽ അതെല്ലാം രോഗങ്ങളും പൂർണ്ണമായിട്ട്, ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, പത്രം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്ക് പത്രം കൊടുക്കുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ആ പത്രത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് വിതറുകയും ചെയ്യുന്നിട്ട് ഞാൻ പറയും, അമ്മയെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ അവർക്ക് ഇതുകൊണ്ട് അവരുടെ ജന്മം മുഴുവൻ ഒരു സുഖവും ജീവിതത്തിൽ സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകണേ. രോഗികളായിട്ടുള്ളവർക്ക് രോഗം ശമിക്കാനായിട്ടുള്ള പത്രം ആയിരിക്കണം കൈ കിട്ടേണ്ടത് അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വന്നാണ് പത്രം വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് അത് തോന്നിയിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ, ചേച്ചി പത്രം തീരുന്നിടം വരെ എൻ്റെ കയ്യിൽ നിന്ന്, തീർന്നു കഴിഞ്ഞാലും എനിക്ക് കുറച്ചുകൂടെ എടുക്കാമായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അത്തരത്തിൽ പത്രം കൊടുക്കുകയും അതോടൊപ്പം തന്നെ രോഗികൾക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് രോഗികൾക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കിനി ഞാൻ ഒരു കാര്യം ഞാൻ അമ്മയോട് ചോദിക്കത്തില്ല, അമ്മ ചോദിക്കാതെ തന്നെ എനിക്കെല്ലാം തരുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു പേപ്പറിനകത്ത് ആരൊക്കെ എന്നോട് ആവശ്യങ്ങൾ, എന്നെ രോഗികൾ, എനിക്ക് പ്രധാനമായിട്ട് രോഗികളുടെ ആവശ്യങ്ങൾ ഏതൊക്കെയാണോ അത് ഞാൻ എഴുതിയിട്ടിട്ട് അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ ആവശ്യം അമ്മ അവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് എന്നേക്കാൾ ഉപരി മറ്റുള്ള വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കൊരു അനുഗ്രഹം തന്നതിൽ അമ്മയുടെ ആ ഒരു സ്നേഹമില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ ആയി പോയനെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇനിയും ഈ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും അതുപോലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴെല്ലാം തന്നെ ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വളരെ ദുഃഖത്തിലൊക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടായപ്പോലും വളരെ സങ്കടപ്പെടുന്ന എനിക്കിപ്പോൾ സങ്കടമെന്ന് പറയുന്നത് എന്താണെന്നറിയത്തില്ല, എല്ലാവരോടും സന്തോഷമാണ്. വളരെ ഒരു ആത്മശക്തിയാണ് കിട്ടിയിരിക്കുന്ന ഈ ഉടമ്പടിയിലൂടെ. എനിക്ക് എൻ്റെ ജീവിതം അവസാനം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിനി അമ്മയോട് ഒരാഗ്രഹവും പറയാനില്ല. എൻ്റെ പ്രാർത്ഥനകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അമ്മ കേൾക്കണം. മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ അമ്മയെ അറിയണം. ദുരിതം അനുഭവിക്കുന്നവർ, ലോകം മുഴുവനുള്ളവർ അമ്മയെ അറിയണം. എല്ലാവർക്കും എല്ലാവരെയും രക്ഷിക്കാൻ പറ്റും. എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനും അമ്മയും അപ്പായോടും ഒപ്പം ഞാൻ എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുമെന്ന് ഇതിനാൽ
ഞാൻ ഉറപ്പ് തരുന്നു, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പായ്ക്കും എന്നെ പരിഗണിച്ചതിൽ 100 നന്ദി. ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബോണി. ഞാൻ കൂത്താട്ടുകുളത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞൊരു സമയത്ത് ആണ് ഒരു കൃപാസന പത്രം കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ 2023 ജൂൺ 16 ഇവിടെ ആദ്യമായി വരുന്നത്. സോ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അത് 100% കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും സംഭവിച്ചില്ല. പക്ഷേ 1-ാം പ്രാവശ്യം പുതുക്കലിലാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനും സാധിച്ചത്. സോ അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടിയിൽ വെച്ച 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ OET പാസ്സാവുക. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. അപ്പം ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ. എന്നാൽ കൂടിയും പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് കടമ്പ OET ആണ്. അപ്പോൾ എനിക്ക് ട്വിൻ ബോയ്സാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം പിള്ളേർക്ക് എപ്പോഴേലും അസുഖമാവും, വീട്ടിൽ എപ്പോൾ വിളിച്ചാലും വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അധികാരം പാസ്സാവാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉടമ്പടിയിലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ പാസ്സാകുമെന്ന്. സോ അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം അച്ഛൻ പറഞ്ഞു, എല്ലാവരും 2-3 മാസം പഠിച്ചിട്ടാണ് എഴുതുന്നത്, ഇതൊരു 20 days അല്ലേ ഉള്ളൂ, പാസ്സാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പാസ്സാവും. സോ അങ്ങനെ ഒരു 20 ദിവസം മാത്രമേ എനിക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല പ്രശ്നങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു 14 പേർ എക്സാം എഴുതി. 2 പേരാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് ആ അനുഗ്രഹം തന്ന് എല്ലാ മൊഡ്യൂൾസും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ സിസ്റ്റം കയറും. ലൈക്ക് പുതിയ ഓരോ ഇവാലുവേഷൻ സിസ്റ്റം വരുന്നതിൻ്റെ ബേസിസിൽ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ OET പാസ്സായി. സോ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്ത് അയർലൻഡായിരുന്നു. ഒരു 3-4 മാസത്തേക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ആകെപ്പാടെ കഷ്ടപ്പാടായി. പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി സൈക്യാട്രി ആയതുകൊണ്ടും എനിക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ടീച്ചിങ്ങിലൊരു 9 years ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മിഡിൽ ഈസ്റ്റുകാർക്ക് കൂടുതൽ പ്രെഫറൻസ് കൊടുത്ത് അവർ 6-7 വർഷമുള്ള ആൾക്കാർക്ക് പ്രെഫറൻസ് കൊടുത്തു. അപ്പോഴെനിക്ക് 2-3 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് എൻ്റെ 2ാമത്തെ പുതുക്കലിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ മെയിലൊന്നും നോക്കാത്ത ഒരാളാണ് പൊതുവേ. സോ ഒരു ദിവസം ഇങ്ങനെ ആരോ എന്നോട് പറയുന്നുണ്ട് മെയിലൊന്ന് തുറന്നു നോക്കാൻ. സോ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് എനിക്കൊരു സൂമിൽ ഇൻ്റർവ്യൂ കോളായിരുന്നു. സോ അങ്ങനെ അയർലൻഡിൽ ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. സോ അതും അമ്മയുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. സോ 3ാമതായിട്ട് എനിക്ക് സിസേറിയൻ ആയിരുന്നു എമർജൻസി. അത് കഴിഞ്ഞ് എനിക്ക് ഫുൾ നടുവേദനയായിരുന്നു, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. സോ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു, നടുവേദനയുടെ കാര്യം വെച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. സോ അതിനുശേഷം എനിക്കങ്ങനെ നടുവേദന ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് ഞാൻ ഈ വർഷവും പങ്കെടുത്തു. അങ്ങനെ 3 വർഷം ജപമാല റാലി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത്രയും കിലോമീറ്റേഴ്സ് നടന്നിട്ടൊന്നും എനിക്കൊന്നും നടുവേദന വന്നില്ല. അതുപോലെ ഹോസ്പിറ്റൽ വർക്ക് ഇപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടെയും എനിക്ക് നടുവേദന വരാറില്ല. സോ ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് സാധിച്ചു തന്നു. അതുപോലെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടു. അതുപോലെ മാതാവിനെക്കുറിച്ച് അറിയാവുന്നവരോടൊക്കെ മാതാവിനോട്ട് അടുപ്പിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ അയർലൻഡിലാണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇവിടുത്തെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഒരു ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ തൈലം ഉപയോഗിക്കും. ഈ 1 വർഷമായിട്ട്
മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതായത് അവിടെ അറിയാം നിങ്ങൾക്ക് അവിടെ എക്സ്ട്രീം കോൾഡാണ്. സോ ഒരു മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ്, ഒരു പനിയോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഫ്ലൂ ഒന്നും വന്നിട്ടില്ല. ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ കുറേ ആൾക്കാർക്ക് മാതാവിനെ കൊടുക്കാൻ സാധിച്ചു. പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഓഫ് ഡേയ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ അത് റെഗുലറായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ ചോദിക്കുമായിരുന്നു, അവിടെ ആരും അങ്ങനെ യങ്സ്റ്റേഴ്സ് അവിടെ പള്ളിയിൽ വരാറില്ല. സോ ചോദിക്കുമായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് എന്താ അങ്ങനെ. അപ്പം മാതാവിനെക്കുറിച്ച് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. സോ ഇനിയും 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേതായാലും അടുത്ത വർഷം ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ അൾത്താരയിൽ തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തരുമെന്ന്. സോ ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഇപ്പം അവിടെയാണെങ്കിലും ആരുമില്ലാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന മന്ത്ലി അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പർ അവിടുത്തെ പള്ളികളിലൊക്കെ കൊണ്ട് കൊടുക്കും. അവർക്കൊക്കെ നല്ല സ്വീകാര്യതയാണ് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ. സോ നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മയെ കൂടുതൽ പ്രകീർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ റീസെൻ്റ്ലി ഡാഡിയെയും കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ഞാൻ കണ്ടു എൻ്റെ കൂടെ പഠിച്ച് OET പാസ്സായി ഹൈസ്കോറോട് പാസ്സായ ആൾക്കാർ ഇപ്പോഴും പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലൈക്ക് OET പാസ്സായാലും അവിടെ കയറണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിന് 2 അറ്റംപ്റ്റേ ഉള്ളൂ. സോ അതിലും ഫെയിലായിട്ട് നാട്ടിൽ വന്ന കുറേ പിള്ളേരെ എനിക്കറിയാം. സോ ഇത്രയൊക്കെ നോക്കുമ്പോൾ അമ്മ ഇത്രയും ഉയർത്തി, ഒരു കഴിവില്ലാതെ എന്നെ ഇത്രയും ഉയർത്തി എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് OET തന്നു. അതുപോലെ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും എനിക്കൊരു മിറാക്കിളായിട്ട് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സോ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ തന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ വഴി നടത്തുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.